അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എവിടെയായാലും വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക, ധർണ നടത്തുക, പ്രതിഷേധം സംഘടിപ്പിക്കുക, ആപ്പിന്റെ ഒരു പൊതുവായുള്ള ശീലം അതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പ്രവർത്തകരെയും പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയും പോലീസ് വാഹനങ്ങളിൽ കയറ്റുന്ന ഒരു ദൃശ്യമാണ്. മാത്രമല്ല സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈസൻ ഈ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, ഈ ഫയലിംഗ് ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇഡിയുടെ സമൻസ് നിരാകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഡിയുടെ സമൻസിന് എതിരായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടക്കാല സംരക്ഷണം നൽകാനാവില്ല എന്ന ഹൈക്കോടതി വിധിക്ക് വിപരീതമായി സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നും സംശയം തന്നെയായിരുന്നു. ഏതാണ്ട് അതിനെയൊക്കെ ശരിവെച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലായി എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ, അത് ഏത് കേസിലായാലും നമുക്കറിയാൻ സാധിക്കുന്നു, അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ അന്വേഷണത്തിന് തടയിടാവുന്ന അല്ലെങ്കിൽ അതിനെ ഭംഗം വരാവുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകുന്ന സാഹചര്യം ഇതുവരെയില്ല. പ്രത്യേകിച്ച് സുപ്രീം കോടതി അതുപോലെ തന്നെ ഭരണഘടനാ കോടതികളായ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇക്കാര്യങ്ങളിലെല്ലാം വളരെ കോൺഷ്യസ് ആയ ചില നിലപാടുകളാണ് എടുക്കാറുള്ളത്. ചിലപ്പോൾ ചില മാനവികമായ പരിഗണനകൾ നൽകാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടണം, അതുപോലെ തന്നെ പകൽ മാത്രം ചോദ്യം ചെയ്യണം, അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഭരണഘടനാ കോടതികൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 9 തവണ സമൻസ് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു നീക്കത്തിൽ നിന്നും പ്രതിരോധിക്കുന്നതിനെ അടിയന്തരമായി ഒരു ബെഞ്ച് ഇത് ഹിയറിംഗ് നടത്താനുള്ള സാധ്യതയൊന്നും സുപ്രീം കോടതിയിൽ നിലവിലില്ല. പക്ഷേ നാളെ കേൾക്കും അങ്ങനെയുള്ളൊരു സൂചനകളും കിട്ടുന്നുണ്ട്. എന്തായാലും അടിയന്തര പ്രാധാന്യം ലഭിച്ചില്ല, അതാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാകുന്നത്. തീർച്ചയായും അടിയന്തര പ്രാധാന്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അടിയന്തരമായ എന്ത് സാഹചര്യം, അത് ഹൈക്കോടതി പരിഗണിച്ച് ഹൈക്കോടതിയുടെ സമൻസിന് അനുസരിച്ച് കോടതിയിൽ ഹാജരാകണമെന്ന ആവശ്യം കൃത്യമായി അറിയിക്കുകയും എന്നാൽ അറസ്റ്റ് സ്റ്റേ ചെയ്യുന്നതിനോ നടപടികൾ ഒഴിവാക്കുന്നതിനോ സുപ്രീം കോടതി എതിരായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ഇന്ന് കോടതിയിൽ നടന്ന നടപടി. തീർച്ചയായും കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അറസ്റ്റോ അതുപോലുള്ള നടപടികളോ ഒന്നും തന്നെ തടയാൻ ഹൈക്കോടതി തയ്യാറായില്ല. സ്വാഭാവികമായും ഹൈക്കോടതി പോലുള്ളൊരു സംവിധാനം, അതായത് ഒരു ഉന്നതമായ കോടതി ഇത്തരത്തിൽ അറസ്റ്റ് തടയാതിരിക്കുന്ന നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ അതീവ ഗൗരവതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭരണഘടനാ ലംഘനം, മൗലികാവകാശ ലംഘനങ്ങളുടെ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. റിട്ട് പെറ്റീഷനൊക്കെ പരിഗണിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അറസ്റ്റ് വാറണ്ടിനും സെർച്ച് വാറണ്ടിനും പുറമെ നടന്ന ചോദ്യം ചെയ്യലിന് കേന്ദ്രീകരിച്ച് അറസ്റ്റ് നടത്തുന്നു എന്നൊരു കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ളൊരു നിയമ നടപടിയെ, ഒരു എക്സിക്യൂട്ടീവിൻ്റെ നിയമ നടപടിയെ ജുഡീഷ്യറിക്ക് തടയാൻ സാധിക്കില്ല എന്ന് പലതവണ ജുഡീഷ്യറി പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു നടപടി ഉണ്ടാകാനോ ഈ കേസ് കേട്ട് ഉടൻ തന്നെ അറസ്റ്റ് സ്റ്റേ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനോ എന്നുള്ള നീക്കം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും അരവിന്ദ് കെജ്രിവാൾ 9 തവണ സമൻസ് അംഗീകരിക്കാതിരുന്ന് അവസാനം അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിലൊരു അറസ്റ്റ് നടക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത, അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആ ഒരു നീക്കം നടത്തുന്നതിൻ്റെ പ്രാഥമിക ഭാഗമായുള്ള അറസ്റ്റാണ്. ഒരു തരത്തിലും ഈ അറസ്റ്റ് തടയുന്നതിനുള്ള സാധ്യതയില്ല. കസ്റ്റഡിയിൽ കൊടുക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വീണ്ടും സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കുക, അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുക എന്നതല്ലാതെ ഈ അറസ്റ്റ് തടയുന്നതിനോ അല്ലെങ്കിൽ ഈ നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ളൊരു നീക്കം തീർച്ചയായും ഹൈക്കോടതി നിലപാടെടുത്തതും ഒരുപക്ഷെ സുപ്രീം കോടതിയും ആ ഒരു നിലപാട് തന്നെ ഒരുപക്ഷെ അത് ശരിവെക്കാൻ പോകുന്നത് നാളെയാണ്. സുപ്രീം കോടതി വിഷയം പരിഗണിക്കുക എന്ന് മനസ്സിലാവുന്നു. ഐസൻ ഒന്ന് തുടരണം. ഇപ്പോൾ ജിഷ്ണുവിലേക്ക് പോകേണ്ടതുണ്ട്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ജിഷ്ണു, അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ നടത്തുന്നു എന്ന് മനസ്സിലാകുന്നു. പരിസരത്തൊക്കെ നിരോധനാജ്ഞ എന്ന് CRPF ഉൾപ്പെടെ കർമ്മസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നു. അവിടെ എന്താണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് വസതിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ജിഷ്ണു? ആം ആദ്മി പ്രവർത്തകരെയും നേതാക്കളെയും ഇപ്പോൾ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. കാരണം വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിൽ വലിയ ബഹളം വെച്ചുകൊണ്ടായിരുന്നു ആം ആദ്മി പ്രവർത്തകരും നേതാക്കളും ഈ വസതിക്ക് മുൻപിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു നടപടി ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് അട്ടിമറിക്കുന്നതിനുള്ള വലിയ രീതിയിലുള്ള ശ്രമം ആം ആദ്മി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ ഈ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.
നടക്കുകയാണ്. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റ് മെമ്മോ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ് നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നുള്ള സൂചനകളാണ്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആം ആദ്മിയുടെ ഭാഗത്തുനിന്നോ അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത് 2 മണിക്കൂറാണ് ഇപ്പോൾ, ഏകദേശം 2 മണിക്കൂറിലധികം പിന്നിട്ടു ചോദ്യം ചെയ്യൽ. 7 മണിയോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തിയത്. ഈ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് മെമ്മോ ആയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിട്ടുള്ളത്. അറസ്റ്റ് മെമ്മോ അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സാങ്കേതികപരമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിനൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആം ആദ്മിയുടെ ഭാഗത്തുനിന്നോ ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മദ്യനയ കേസിന്റെ ഒരു കുറ്റപത്രവും ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങളും പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോടതിക്കും ഒരു പരിധിവരെ അത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാകാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് പരിരക്ഷ നൽകാൻ സാധിക്കില്ല, അന്വേഷണ ഏജൻസിയുടെ നടപടികളെ സ്റ്റേ ചെയ്യാൻ കോടതിക്ക് സാധിക്കില്ല എന്നുള്ളത് ഇന്ന് ഡൽഹി ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളും ഒപ്പം ആം ആദ്മിയും അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കേസിൽ അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ 9 തവണ സമൻസുകൾ നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇന്ന് മെറ്റീരിയൽ എവിഡൻസ് ഉൾപ്പെടുന്ന സമൻസുമായി വൈകിട്ട് 7 മണിയോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ED സംഘം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ED സംഘം അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റ് മെമ്മോ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ വലിയ രീതിയിൽ നാടകീയപരമായ രംഗങ്ങൾ കാഴ്ചവെക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്ത ആം ആദ്മി പ്രവർത്തകരെയും നേതാക്കളെയും ബഹളം വെച്ചിട്ടുള്ള നേതാക്കളെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ സെക്ഷൻ 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഡൽഹിയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ED അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വസതിയിൽ നിന്ന് ED ഓഫീസിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് ED കടക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മിക്കും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് പോകുന്നു. ആം ആദ്മി ഡൽഹിയിലും പഞ്ചാബിലും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വലിയ മത്സരം രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ആം ആദ്മി ഡൽഹിയിൽ ഭരണത്തിലേറുന്നത്, പിന്നീട് പഞ്ചാബിൽ ഭരണത്തിലേറുന്നത്. എന്നാൽ അത്തരത്തിൽ ഭരണത്തിലേറിയിട്ടുള്ള ഡൽഹി സർക്കാർ വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ കള്ളപ്പണ ഇടപാടിൽ ഇപ്പോഴും ജയിലിലാണ്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള മനീഷ് സിസോദിയ ജയിലിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഈ അഴിമതികളുടെ എല്ലാം സൂത്രധാരൻ എന്ന് അന്വേഷണ ഏജൻസി വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജയിലറയ്ക്കുള്ളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും നിലവിൽ EDയുടെ ഈ ഒരു നടപടി വഴിവെച്ചിട്ടുണ്ട്. അതെ, ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രേരിതമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചാൽ പോലും സർക്കാർ ജയിൽ സേ ചലേഗി എന്നൊക്കെയാണ് സഞ്ജീവ് ഝാ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ MLA ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നു. പക്ഷേ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെയാണ് അതിന് കൃത്യമായ പ്രതിവാദവും BJP നടത്തുന്നുണ്ട്. കാരണം സ്കാമാണ് നടത്തിയത്, മാത്രമല്ല ഡൽഹിയിലെ ജനങ്ങളെ കൊള്ളയടിച്ചു, ഡൽഹിയെ കൊള്ളയടിക്കുന്ന നടപടിയിലേക്ക് കടന്നു. അത്തരത്തിൽ ചതിക്കുകയും കള്ളം ചെയ്യുകയും ഒപ്പം തന്നെ അഴിമതി നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കണം എന്നത് ഓർക്കണമായിരുന്നു എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ലക്ഷ്മി, തീർച്ചയായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി BJP മുൻപോട്ട് വെച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ചില സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ വൈദ്യുതി ബില്ലും വാട്ടർ ബില്ലും സൗജന്യം നൽകിക്കൊണ്ട് അതിനപ്പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റുകയും അവർക്ക് ചില സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും അത് നടപ്പിലാക്കിക്കൊണ്ടും നേരെ മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആം ആദ്മി നേതാക്കൾ, കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ നടത്തിയെന്ന ആരോപണമാണ് BJP മുൻപോട്ട് വെക്കുന്നത്. അത് അന്വേഷണ ഏജൻസികൾ
ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അത് സത്യമാണ് എന്നുള്ളത് കോടതിക്ക് വരെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് കരാർ അടിസ്ഥാനത്തിൽ നൽകുമ്പോഴുള്ള അഴിമതികളാണ്. നേരിട്ട് പണം വാങ്ങാതെ, നേരത്തെ നമുക്കറിയാം വിവിധ അഴിമതി കേസുകൾ പരിശോധിക്കുമ്പോൾ നേരിട്ട് നേതാക്കൾ അഴിമതി പണം വാങ്ങുന്നതിന് പകരം നിലവിൽ കരാറുകൾ നൽകിക്കൊണ്ട് ആ കരാറുകൾ മുഖേന പണം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അഴിമതി നടത്തിയിട്ടുള്ളത്. അതിൽ കേരള സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ എല്ലാം തന്നെ നിലവിൽ ഉയർന്നതിന് സമാനമായുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ നടത്തിയിട്ടുള്ളത്. അതായത് മദ്യവിതരണം സ്വകാര്യ കമ്പനികൾക്ക് നൽകുക, അതിന് സർക്കാർ നേരിട്ട് പണം വാങ്ങുന്നില്ല, മറിച്ച് അതിന് പ്രതിഫലമായി കരാർ ലഭിച്ചിട്ടുള്ള കമ്പനികൾ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് മറ്റു വഴികളിലൂടെ പണം നൽകി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മദ്യനയ അഴിമതിയിൽ മാത്രം ഇതുവരെ 100 കോടി രൂപ ആം ആദ്മി നേതാക്കൾ, കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് വിജയ് നായർ എന്ന വ്യവസായിയും BRS നേതാവ് തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിതയും ചേർന്നുകൊണ്ടാണ് ദക്ഷിണ ഭാരതത്തിലെ വ്യവസായികളെ ഇതിനുവേണ്ടി ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഈ പണം സ്വരൂപിച്ച് ആം ആദ്മി നേതാക്കൾക്ക് നൽകിയതിൽ വിജയ് നായർക്കും കവിതയ്ക്കും ഏറെ പങ്കുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കമ്പനികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഈ അഴിമതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തത് അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനുമായിട്ടുള്ള മനീഷ് സിസോദിയയും ചേർന്നുകൊണ്ടാണ് എന്ന വിവരണമാണ് അന്വേഷണ ഏജൻസികളുടെ കുറ്റപത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ അഴിമതിക്കുള്ള കോപ്പുകൂട്ടൽ പഞ്ചാബിലും ആം ആദ്മി നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം വലിയ പ്രതിഷേധം അവിടെ പഞ്ചാബിൽ BJPയും കോൺഗ്രസും ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് ഗവർണർക്ക് പരാതി വരെ നൽകിയിട്ടുള്ളത്. പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ അധികാരത്തിലേറിയ ശേഷം മദ്യവിതരണത്തിന്റെ ചുമതല സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകാനുള്ള ഉത്തരവിറക്കി എന്നുള്ളതായിരുന്നു. അവിടെ പ്രതിഷേധം കനത്തതോടുകൂടി ആ ഉത്തരവ് പിൻവലിക്കാൻ അന്ന് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ തയ്യാറാവുകയായിരുന്നു. ഡൽഹിയിലും നിലവിൽ ആം ആദ്മി സർക്കാർ കൊണ്ടുവന്നിരുന്ന ആ മദ്യനയം പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏകദേശം 1.5 വർഷക്കാലം ഈ സ്വകാര്യ കമ്പനികൾ അതിന്റെ മദ്യവിതരണം നടത്തുകയും ആം ആദ്മി നേതാക്കൾക്ക് അതിന്റെ പ്രത്യുപകാരമായി പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജൽ ബോർഡ് അഴിമതിയും സമാനമായി തന്നെയാണ്. ജൽ ബോർഡിൽ വിവിധ കമ്പനികൾക്ക് കരാർ നൽകിയതിലൂടെ ആം ആദ്മി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സ്വരൂപീകരിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അതും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറിവോട് കൂടിയാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. നിലവിൽ ഈ ഒരു സമയം വരെ 2 മണിക്കൂറിലധികം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തിട്ടുള്ളത് മദ്യനയ അഴിമതി കേസിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കേസിൽ മറ്റു കൂട്ടുപ്രതികളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. EDയുടെ ചാർജ് ഷീറ്റ് പ്രകാരം ഇനി അറസ്റ്റിലാകാനുള്ളത് അല്ലെങ്കിൽ നിലവിൽ ചോദ്യം ചെയ്യാനുള്ളത് അരവിന്ദ് കെജ്രിവാളാണ്. എന്നാൽ ഈ ഒരു നടപടി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകും, കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണകളിലെല്ലാം EDയുടെ സമൻസിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറിയത് എന്ന് നമുക്കിപ്പോൾ നിസ്സംശയം അറിയാൻ സാധിക്കും. അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് മെമ്മോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA തീർച്ചയായും മറ്റ് ഹൈ പ്രൊഫൈൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ജിഷ്ണു, ഇപ്പോൾ കവിതയാണെങ്കിലും മനീഷ് സിസോദിയാണെങ്കിലും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും രാജ്യസഭ MP സഞ്ജയ് സിംഗിന്റെ ആണെങ്കിൽ അറസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇങ്ങനെ 9 തവണയും സമൻസുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. ഇപ്പോൾ 10ാം തവണ ആ സമൻസും ഒപ്പം തന്നെ അതുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ ചെന്ന് ഏതാണ്ട് 2.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ അറസ്റ്റ് മെമ്മോ കൈമാറി എന്നുള്ളത്. ഒരുപക്ഷെ ഈ EDയുടെ ഓഫീസിലേക്ക് കെജ്രിവാളിനെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണോ അറിയാൻ സാധിക്കുന്നത്? ലക്ഷ്മി, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ED എത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം CRPFും RFന്റെയും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ വിഭാഗത്തിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതു തരത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടുന്നതിനുള്ള കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് രീതിയിലായിരിക്കും EDയുടെ നടപടി എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഇന്ന് ഈ മെമ്മോ കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ
ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളത് നോക്കിക്കാണണം. നിലവിൽ അറസ്റ്റ് മെമ്മോ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതികപരമായി നിലവിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ EDയുടെ കസ്റ്റഡിയിലാണ് എന്ന് നമുക്ക് പറയാം. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ നിന്ന് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് പോലീസ്. അവരെ പോകാൻ തയ്യാറാകാത്തവരെ ബലം പ്രയോഗിച്ച് ബസ്സിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ മേഖലയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആം ആദ്മി നേതാക്കൾ റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. വലിയ നാടകീയമായ രംഗങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരെല്ലാം തന്നെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുകയും ഗതാഗതം ആ മേഖലയിൽ ഇപ്പോൾ സാധാരണഗതിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയയ്ക്ക് സമാനമായി BRS നേതാവ് കവിതയ്ക്ക് സമാനമായി അരവിന്ദ് കെജ്രിവാളും EDയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ED കസ്റ്റഡിയിലേക്കോ ജയിലിലേക്കോ പോകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു തുടരൂ. ഗൗതം, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ സിവിൽ ലൈനിലെ വസതിക്ക് മുന്നിൽ ആം ആദ്മി പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം വൈകുന്നേരം ഒരു 8 മണി മുതൽ തന്നെ AAP പ്രവർത്തകർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഈ സിവിൽ ലൈനിൽ നിലവിൽ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഗതാഗതം, അതായത് ഈ സിവിൽ ലൈൻ ഭാഗത്തുകൂടിയുള്ള റോഡ് മാർഗം വലിയ തോതിലുള്ള ഗതാഗത തടസ്സം ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം മൂലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി നിലവിൽ ഗതാഗതം സുഗമമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആം ആദ്മി പ്രവർത്തകരെ ഈ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ നിന്നും മാറ്റിയ ശേഷം ഇവിടെ നിന്നും ഡൽഹി മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുപക്ഷെ ED ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. എന്തായാലും അല്പസമയം മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുന്നത്. വൈകുന്നേരം 7:30 ഏഴംഗ ED സംഘമാണ് ആദ്യം സിവിൽ ലൈനിലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നീട് വീടിനകത്ത് ചില പരിശോധനകൾ ആദ്യഘട്ടത്തിൽ ED നടത്തി. പിന്നീട് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. നമുക്കറിയാം, ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് 9 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രിക്ക് സമൻസ് അയച്ചതാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച EDയുടെ ഭാഗത്ത് നിന്ന് 9ാമത്തെ സമൻസ് കെജ്രിവാളിനെ തേടിയെത്തിയത്. പക്ഷേ ഞാൻ സഹകരിച്ചതായിട്ട് മാത്രമല്ല, കോടതി മാർഗം ഈ അറസ്റ്റ് തടയുന്നതിന് വേണ്ട നീക്കങ്ങൾ ഭാഗത്ത് ഉണ്ടായിരുന്നത് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാകുക. ഇക്കാരണത്താലും EDയുടെ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ തയ്യാറാകാത്തത് എന്ന ചോദ്യം ഹൈക്കോടതി കെജ്രിവാളിനോട് ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, കെജ്രിവാൾ ഈ ഹർജിയിൽ പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിച്ചത് തനിക്കെതിരെ കരുത്ത നടപടികൾ, അതായത് ഇപ്പോൾ സംഭവിച്ചതുപോലെ അറസ്റ്റ് പോലത്തെ നടപടികൾ ഉണ്ടാകരുത് എന്നതായിരുന്നു കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് നിരാകരിച്ചുകൊണ്ട് കോടതി ഈ വിഷയം പരിഗണിച്ചത് ഏപ്രിൽ 22 മാറ്റിയിടാനായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അടിയന്തരമായി തന്നെ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവന്ന എങ്ങനെയെങ്കിലും കോടതി മാർഗം EDയുടെ നടപടികൾ തടയുവാനുള്ള ശ്രമവും ഇപ്പോൾ AAPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഒപ്പം സിവിൽ ലൈനിലെ ഈ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ആം ആദ്മി പ്രവർത്തകർ എത്തുന്നത് അവരെ പൂർണ്ണമായി തന്നെ അറസ്റ്റ് ചെയ്ത് വീഴ്ത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഡൽഹി പോലീസുകാരാണ്. കാരണം മുഖ്യമന്ത്രിയുടെ അറസ്റ്റിന്റെ പേരിൽ രാജ്യതലസ്ഥാനത്തെ പ്രശ്നങ്ങൾ എത്തിക്കുവാൻ അതുപോലെ പ്രവർത്തകർ പ്രതിഷേധം നേരത്തെ മനീഷ് സിസോദിയയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ പ്രതിഷേധം ഈ സിസോദിയയുടെ വീടിന് മുന്നിൽ മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം നിലകൊള്ളുന്ന ഈ ITയിലെ നഗരത്തിലും അവിടെയൊക്കെ അന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനാണ്. സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള അടിയന്തര നീക്കവും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള അടിയന്തര നീക്കവും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലക്ഷ്മി.
ഗൗതം, ഒരുപക്ഷെ ഇ ഫയലിംഗ് വഴിയൊക്കെ സുപ്രീം കോടതിയെ ഇപ്പോൾ തന്നെ സമീപിച്ചിട്ടുണ്ട് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇ ഡിയുടെ സമൻസ് നിരാകരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി നേരത്തെയുള്ള പശ്ചാത്തലത്തിൽ തന്നെ ഇ ഡിയുടെ ഈ ഒരു നീക്കം ഹൈക്കോടതിയുടെ ഇത്തരത്തിൽ ഒരു ഇടക്കാല സംരക്ഷണം നൽകണം എന്നുള്ളൊരു ആവശ്യം നിരാകരിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ഇത് പരിഗണിക്കാനുള്ള സാധ്യത വളരെ തുലവും കുറവാണ്. ലക്ഷ്മി, അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ നിലവിൽ ആം ആദ്മി പാർട്ടി സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നിത് പരിഗണിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല ഹൈക്കോടതി ഇന്നും ഇന്നലെയുമായി 2 ഹർജികളിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുകൂലമായും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കണം എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കീഴ്ക്കോടതികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിനാൽ സ്വാഭാവികമായും സുപ്രീം കോടതി ഈ വിഷയത്തിൽ കീഴ്ക്കോടതികളെ തള്ളിക്കൊണ്ടൊരു വിധി പ്രസ്താവം നടത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ജനാധിപത്യ രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി സമൻസ് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുക എന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത്. ജനാധിപത്യ മര്യാദ എന്നത് അത് തന്നെയാണ്. അഴിമതിക്കെതിരെ വലിയ വായിൽ സംസാരിച്ചുകൊണ്ട് ഇവിടെ തോമസ് ഐസക്കും ഇ ഡിയുടെ സമൻസിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുകയാണ്. പറയുന്നത് പ്രത്യേകിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വാനോളം പ്രധാനമന്ത്രി പ്രശംസിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ അഴിമതി വിശ്വാസം നവന്മാർക്കും മാത്രമാണ് ഇ ഡിയെ ഭയക്കേണ്ടത് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അത് കൃത്യമാണ്. കാരണം ഇത്തരത്തിൽ അഴിമതിയോ അല്ലെങ്കിൽ മറ്റ് ക്രമക്കേടുകളോ നടത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് വളരെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതിനാൽ ഇ ഡിയെ സംബന്ധിച്ച് ഇ ഡിയെ ഭയക്കുന്നതും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്നതും അഴിമതിക്കാരാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. സ്വാഭാവികമായും ഇതിനു ശേഷമാണ് ഇപ്പോൾ 3 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ സംഭവിച്ചത് എന്നാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. എന്തായാലും കെജ്രിവാൾ മനസ്സിലായിരിക്കുന്നു ഏറെക്കാലത്തെ നാടകങ്ങൾ പൊതുവിലാണ് ഈ എന്നാണ് ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം ഡൽഹി മധ്യമായ ഗൗതത്തിലേക്ക് മടങ്ങിയെത്തപ്പോൾ ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇതിൻ്റെ കിങ് പിൻ എന്നുള്ളതാണ്. ഇത്രയും വലിയ അഴിമതി നടന്നതിൽ ഈ പറഞ്ഞതുപോലെ ഡൽഹിക്കാരെ കൊള്ളയടിച്ചതിൽ നടത്തിയ ആ ഒരു സ്കാമിൻ്റെ കിങ് പിൻ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ളതാണ് പരക്കെയുള്ള ആരോപണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റുമായി ഇ ഡി കസ്റ്റഡിയിലെടുത്ത് ഇ ഡിയുടെ ഓഫീസിലേക്ക് ഇനി എപ്പോഴാകും അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പുതുതായി അറിയാനുള്ളത്. ലക്ഷ്മി, ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ട്. ഇപ്പോൾ അറസ്റ്റ് സമൻസ് നൽകിയതുകൊണ്ട് തന്നെ ഏതു നിമിഷവും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ PMLA കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മദ്യനയ അഴിമതി കേസിലെ ആസൂത്രകൻ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ഈ അഴിമതിക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന വാദമാണ്, അല്ലെങ്കിൽ അത്തരം കണ്ടെത്തലിലേക്കാണ് ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് കൃത്യമായി അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് നിരന്തരം സമൻസ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയത്. പക്ഷേ ഈ ഒരു നടപടി ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അറസ്റ്റ് നടപടി ചോദ്യം ചെയ്യലിനൊടുവിൽ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഒളിച്ചു കളിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് കോടതിയെ സമീപിക്കുകയും ഡൽഹി റോസ് അവന്യൂ കോടതിയും ഡൽഹി ഹൈക്കോടതിയും അരവിന്ദ് കെജ്രിവാളിന്റെ വാദങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട് ഇ ഡി നൽകിയിട്ടുള്ള പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകിയെങ്കിലും അന്വേഷണ ഏജൻസിയുടെ സമൻസ് റദ്ദാക്കാനാകില്ല, അന്വേഷണ ഏജൻസികളുടെ നടപടികളെ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇന്ന്
7 മണിയോടുകൂടി ED സംഘം കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. ED നടപടി ആരംഭിച്ചതോടുകൂടി നാടകീയമായ രംഗങ്ങൾ നമുക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ കാണാൻ സാധിച്ചു. പ്രവർത്തകർ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് EDക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ നാടകീയ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. എന്നാൽ ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത പ്രവർത്തകരെല്ലാം തന്നെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ മൊബൈൽ ഫോണും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. അറസ്റ്റ് സമൻസ് നൽകി എന്നുള്ളതാണ് നമുക്ക്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് സെക്ഷൻ 50 പ്രകാരമാണല്ലോ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സെർച്ചിനൊപ്പം തന്നെ സീസ് ചെയ്യാനുള്ള അധികാരം ഈ അന്വേഷണ ഏജൻസികൾക്ക് നൽകുന്നത് എന്നുള്ളത്. അത് പ്രകാരമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും രക്ഷ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും എന്ന് മനസ്സിലാകുന്നു. ജിഷ്ണു, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പണം പാർട്ടി ഫണ്ടിലേക്ക് പാർട്ടി പ്രവർത്തനത്തിന് കൂടി ഉപയോഗിച്ചു എന്നുള്ളൊരു ഫാക്ടർ കൂടി ഉണ്ടല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ അഴിമതിയിലൂടെ കണ്ടെത്തിയ പണം പാർട്ടി ഫണ്ടിങ്ങിനും ഒപ്പം സ്വകാര്യ ആവശ്യങ്ങൾക്കും ആം ആദ്മി നേതാക്കൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഈ മദ്യനയ അഴിമതിയിൽ നിന്ന് ലഭിച്ച പണത്തിന്റെ ഒരു വിഹിതം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്.